ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ സച്ചി കിച്ചണിലേക്ക് വന്നത് കണ്ട് അർച്ചന സച്ചിയുടെ ആ വേഷവിധാനം എല്ലാം കണ്ട് ചിരിക്കുന്നു. അർച്ചനയോട് സച്ചി കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അർച്ചന പറഞ്ഞു, എന്തായാലും സച്ചിയേട്ടൻ എന്റെ സാരി ഉടുത്താലുള്ള ആ ഒരു വേഷത്തെക്കുറിച്ച് ഞാൻ ആലോചിച്ചു പോയതാണ് എന്ന് പറഞ്ഞ് സച്ചിയെ നോക്കി അർച്ചന ചിരിക്കുന്നു. അർച്ചനയും സച്ചിയും അങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അർച്ചന പറഞ്ഞു, അതെ, ഇങ്ങനെ കളി പറഞ്ഞിരുന്നാൽ പറ്റില്ല, അവര് വരുന്നതിന് മുൻപ് അവർക്ക് ഭക്ഷണം റെഡിയാക്കണം എന്ന് പറഞ്ഞ് അർച്ചന വേഗം ഭക്ഷണം ഉണ്ടാക്കാനായി ഒരുങ്ങുമ്പോഴേക്കും സച്ചി പറഞ്ഞു, ഞാനും തന്നെ സഹായിക്കാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് സച്ചി കൂടെ കൂടാൻ ഒരുങ്ങുമ്പോഴേക്കും അർച്ചന പറഞ്ഞു, അതൊന്നും വേണ്ട, സച്ചിയേട്ടൻ എന്നെ സഹായിക്കാനൊന്നും കൂടണ്ട എന്ന് പറഞ്ഞതും വേഗം അർച്ചന തേങ്ങ ചിരകാനായി പോകുന്നത് കണ്ട് സച്ചി അർച്ചനയെ മാറ്റി നിർത്തി. താൻ അങ്ങോട്ട് മാറിക്കേ, ഇതൊക്കെ ഞാൻ ചെയ്യാനേ, അതെന്താ ആണുങ്ങൾ അടുക്കള ജോലി ചെയ്താൽ എന്താ കുഴപ്പം എന്ന് ചോദിച്ച് സച്ചി അർച്ചനയോട് സംസാരിച്ചുകൊണ്ട് അങ്ങനെ തേങ്ങ ചിരകിക്കൊണ്ടിരിക്കുമ്പോഴേക്കും അർച്ചന അടുത്ത ജോലി ചെയ്യുന്നതിനിടയിൽ സച്ചിയുടെ കൈ വേഗം ചെന്ന് ആ ചിരവിയിലുടുക്കി. അപ്പോഴേക്കും സച്ചിയുടെ കയ്യിൽ രക്തം പൊടിയുന്നത് കണ്ട് അർച്ചന വേഗം സച്ചിയുടെ അരികിലേക്ക് ഓടിയെത്തി. അയ്യോ, ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ വേണ്ട എന്ന് പറഞ്ഞ് അർച്ചന വേഗം സച്ചിയുടെ കൈ കൊണ്ടുവന്ന് ആ ടാപ്പിൽ കഴിയിക്കുന്നു. അതിനുശേഷം അർച്ചന സച്ചിയോട് പറഞ്ഞു, അതെ, ഇനി ഇങ്ങനൊന്നും ചെയ്യണ്ടെന്നേ ഞാൻ പറഞ്ഞിട്ട് സച്ചിയുടെ കേട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് അർച്ചന കയ്യിലെ ആ പാട് വേഗം ഊതിക്കൊടുത്ത് ആ മുറിവ് വേഗം തന്നെ ഉണങ്ങുന്നതിന് വേണ്ടി അർച്ചന പതുക്കെ ഊതി കൊടുക്കുന്നു. അർച്ചനയുടെ ആ സ്നേഹം കണ്ട് സച്ചി അതിശയത്തോടെ നോക്കിയിരുന്നു. അതിനുശേഷം അർച്ചനയുടെ മുടിയിൽ പുരട്ടാനായി സച്ചി അമ്മ കാച്ചി വെച്ചിരിക്കുന്ന ആ എണ്ണ അർച്ചനയുടെ മുടിയിലാകെ വെച്ചു കൊടുത്തു. അതിന്റെ മണം കാരണം സച്ചി ഒന്ന് മണത്ത് നോക്കിയിട്ട് പറഞ്ഞു, കൊള്ളാലോ, എന്ത് സുഗന്ധം ഇതിന്. അപ്പോഴേക്കും അർച്ചന ആ എണ്ണ കാച്ചുന്നതിന് വേണ്ട പച്ച ആ പച്ചമരുന്നുകളെ കുറിച്ച് പച്ചിലകളെ കുറിച്ചുമൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. അത് കേട്ടതും സച്ചി ചോദിച്ചു, തനിക്ക് ഇങ്ങനെയുള്ള എണ്ണ കാച്ചാൻ അറിയുമോ എന്ന് ചോദിച്ചതും അർച്ചന പറഞ്ഞു, അമ്മ പലവട്ടം എനിക്ക് പറഞ്ഞു തന്നതാണ്, പക്ഷെ ഞാനത് ഓർക്കുന്നില്ല, എനിക്കത് അങ്ങനെ ഉണ്ടാക്കാനും പറ്റുന്നില്ല എന്ന് പറഞ്ഞതും സച്ചി പറഞ്ഞു, ഭാഗ്യം, ഒരു കാര്യമെങ്കിലും തനിക്ക് അറിയാത്തോണ്ടല്ലോ എന്ന് പറഞ്ഞ് സച്ചി വീണ്ടും അർച്ചനയുടെ മുടിയിൽ എണ്ണ പുരട്ടി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അർച്ചന പറഞ്ഞു, അതെ അതെ, പക്ഷേ ഞാൻ ഒരിക്കൽ ഇത് ഉണ്ടാക്കും, നോക്കിക്കോ, എനിക്ക് അറിയാം ഏതൊക്കെയാ അതിന് വേണ്ട കൂട്ടുന്ന, അത് ഞാൻ കൃത്യമായിട്ട് ഉണ്ടാക്കുകയും ചെയ്യും എന്ന് പറഞ്ഞ് സച്ചിയോട് അർച്ചന അങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു. അപ്പോഴേക്കും അർച്ചന അങ്ങനെ പറയുന്നത് കേട്ട് സച്ചി ചോദിച്ചു, അതെ, ഞാനൊരു കാര്യം തന്നോട് പറയട്ടെ എന്ന് പറഞ്ഞതും സച്ചിയോട് അർച്ചന ചോദിച്ചു, എന്താ സച്ചിയുടെ, സച്ചിയുടെ പറ. അപ്പോഴേക്കും അർച്ചനയോട് സച്ചി പറഞ്ഞു, അതെ, ഞാനേ ഈ യാത്ര പോകുന്നതിന് വലിയ ത്രില്ലാണ്. അപ്പോഴേക്കും അർച്ചന ചോദിച്ചു, എന്താ കാര്യം. അർച്ചന, നമ്മള് ഒരുമിച്ച് ഒരു ഹണിമൂൺ ട്രിപ്പ് പോകുന്നത് ഇപ്പോഴല്ലേ, അത് മാത്രമല്ല നമുക്ക് ഒന്നിച്ച് യാത്ര പോകാം, അതോടൊപ്പം തന്നെ നമ്മുടെ ആദ്യരാത്രിയും ഫസ്റ്റ് നൈറ്റും നടക്കുമല്ലോ. അപ്പോഴേക്കും അർച്ചന സച്ചിയെ നോക്കിയിട്ട് പറഞ്ഞു, അല്ല, അതിന് മറ്റൊരു പേരുണ്ടല്ലോ, എന്താ അത് എന്ന് ചോദിച്ചതും ഉടനെ സച്ചി പറഞ്ഞു, ശാന്തി മുഹൂർത്തം, അങ്ങനെ അത് പറയുന്നത് എന്ന് പറഞ്ഞതും ഉടനെ അർച്ചന പറഞ്ഞു, എനിക്ക് ഒരു കാര്യം ഇപ്പോഴാ ഓർമ്മ വന്നത്. അതെ, തനിക്കെന്താ ഇഷ്ടമായില്ലേ നമ്മുടെ ശാന്തി മുഹൂർത്തത്തിന്റെ കാര്യം പറഞ്ഞത്, തനിക്ക് യാത്ര ഇഷ്ടമില്ലേ എന്ന് ചോദിച്ചതും അർച്ചന പറഞ്ഞു, അത് ഞാൻ പറയണോ അതോ കാണിച്ച് പ്രകടിപ്പിക്കണോ എന്ന് ചോദിച്ചതും സച്ചി പറഞ്ഞു, അത് തന്റെ ഇഷ്ടം. അപ്പോഴേക്കും സച്ചി പറഞ്ഞു, എന്തായാലും എന്റെ കൈ മുറിഞ്ഞപ്പോ സത്യത്തിൽ ഏടത്തി ഇവിടെ ഇല്ലാതിരുന്ന ഭാഗ്യമായി. ഉടനെ അർച്ചന ചോദിച്ചു, അതെന്താ, ഏടത്തി ഉണ്ടെ എന്താ സച്ചിയേട്ടാ എന്ന് ചോദിച്ചതും സച്ചി പറഞ്ഞു, അതെ, ഏടത്തി ഉണ്ടെങ്കിലുണ്ടല്ലോ ഉടനെ തന്നെ ഏടത്തി ബോധം കെട്ട് വീഴും, അതാണ് സംഭവിക്കുക. ഏട്ടത്തിയുടെ സ്വഭാവം തനിക്കറിയില്ല, രക്തം കണ്ട ആ നിമിഷം ബോധം കെട്ട് വീണു. മുമ്പൊരിക്കൽ അച്ഛന്റെ കൈയൊന്നും ഇതുപോലെ മുറിഞ്ഞപ്പോ ഏട്ടത്തി ബോധം കെട്ട് വീണു, അതാണ് സംഭവിച്ചത്. അപ്പോഴേക്കും അച്ഛന്റെ കാലിൽ എന്തോ കൊണ്ടതായിരുന്നു എന്ന് സച്ചി പറഞ്ഞപ്പോ അർച്ചന മനസ്സിൽ ചിന്തിച്ചു, അത്രേ രക്തം പോയുള്ളല്ലോ എന്ന് ഓർത്തിട്ടായിരിക്കും ബോധക്കേട് വന്നത് എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് അർച്ചന അങ്ങനെ ഇരുന്നു. അപ്പോഴേക്കും സച്ചി പറഞ്ഞു, അല്ല, താനെന്തോ പ്രകടിപ്പിക്കുമെന്നോ മറ്റോ പറഞ്ഞതോ എന്ന് ചോദിച്ചതും അർച്ചന വേഗം സച്ചി എണ്ണ എടുക്കുന്നത് കണ്ടതോടെ വേഗം സച്ചിയുടെ കവിളത്ത് ഒരു മുത്തം കൊടുത്തിട്ട് അവിടുന്ന് ഓടിപ്പോകുന്നു. ഇപ്പൊ മനസ്സിലായില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അർച്ചന റൂമിലേക്ക് പോകുമ്പോൾ സച്ചി അർച്ചന തനിക്ക് തന്ന ആ സമ്മാനത്തെക്കുറിച്ച് ഓർത്ത് അതിശയത്തോടെ ഒട്ടും പ്രതീക്ഷിക്കാതെ തനിക്ക് കിട്ടിയ സമ്മാനത്തെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് സച്ചി അങ്ങനെ നിൽക്കുന്നു. പിന്നീട് ആതിരയും സന്ദീപും തമ്മിൽ കണ്ടുമുട്ടുന്നു. സന്ദീപിനോട് ആതിര തന്റെ മനസ്സിലുള്ള കാര്യം പറഞ്ഞു. താൻ വീണ്ടും പഠിക്കണമെന്ന് പറഞ്ഞത് മറ്റുള്ള വിവാഹാലോചനകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മാത്രമല്ല, എന്റെ മനസ്സ് അങ്ങനെ തന്നെ പാകപ്പെട്ടിരിക്കുന്നത് കൊണ്ടാണ്. എന്തെങ്കിലും കോൺസെൻട്രേറ്റ് ചെയ്തില്ല എങ്കിൽ, ഞാനും കൂടി എന്തിനേലും എൻഗേജ് ആയില്ലെങ്കിൽ മനസ്സ് ആകെ പ്രശ്നത്തിലാകും. അതുകൊണ്ട് തന്നെ പഠിക്കുക എന്നുള്ളത് എന്റെ മനസ്സിന്റെ ആഗ്രഹം തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ആവശ്യം പറഞ്ഞതെന്ന് സന്ദീപിനോട് ആതിര അറിയിച്ചു. അത് കേട്ടും സന്ദീപ് പറഞ്ഞു, എന്തായാലും ഈ ഒരു യാത്രയോടെ നമ്മൾ ഇത്രയും നാളും കാത്തിരുന്ന ആ നിമിഷങ്ങൾ നമ്മുടെ ഇടയിലേക്ക് എത്തുകയല്ലേ. സ്നേഹത്തോടെ സന്തോഷത്തോടെയും കഴിയുവാനായിട്ട് നമ്മൾ സന്തോഷത്തോടുകൂടി ജീവിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും അല്ലേ ഇനി സംഭവിക്കുന്നത്. എന്തായാലും സ്നേഹത്തോടെ തന്നെ നമ്മൾ ഇനി ജീവിക്കും.
ഏറ്റവും വലിയ ആഗ്രഹം സന്ദീപിനോടൊപ്പം ജീവിക്കുക എന്നുള്ളതാണല്ലോ എന്ന് പറഞ്ഞു. സന്ദീപ് പറഞ്ഞു, ഈ യാത്ര നമ്മുടെ ഹണിമൂണും ആദ്യ രാത്രിയും ഒക്കെ ഈ യാത്രയിൽ ആഘോഷിക്കാവല്ലോ എന്ന് പറഞ്ഞതും ഉടനെ സന്ദീപിനോട് ആതിര പറഞ്ഞു, അതെ എടുത്തി എൻ്റെ കൂടെ വരുന്നുണ്ട്. മീരെടുത്തിയുടെ വക എന്തെല്ലാം ഉപദേശങ്ങളാണെന്നറിയോ ഇതിനോടകം ഞാൻ കേൾക്കേണ്ടി വന്നത്. അത് മാത്രമല്ല ഉപദേശത്തിന് പിന്നാലെ മറ്റു പല കാര്യങ്ങളും എഴുതി പറഞ്ഞിട്ടുണ്ട്. എല്ലാം ഇനി അതേപോലെ പാലിച്ചില്ല എങ്കിൽ കേൾക്കേണ്ടി വരുന്ന നമ്മൾ രണ്ടുപേരുമായിരിക്കും. അതുകൊണ്ട് സൂക്ഷിച്ചു വേണം ഇനിയുള്ള മുന്നോട്ടുള്ള നീക്കങ്ങളെന്ന് സന്ദീപിനോട് ആതിര അറിയിച്ചു. എന്തായാലും ഇത്രയും ആളുകളെ കണ്ണുപിടിച്ച് വിവാഹിതരാൻ നമുക്ക് സാധിച്ചെങ്കിൽ പിന്നെയാണോ ഏടത്തിയുടെ കണ്ണു മൂടിക്കെട്ടുന്നത്? അത് നമുക്ക് തീർച്ചയായിട്ടും സാധിക്കും എന്ന് സന്ദീപ് ആതിരയോട് അറിയിച്ചു. എല്ലാം കേട്ട ശേഷം ആതിര പറഞ്ഞു, ശരി, എന്തായാലും എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഇനിയും വല്ല ആലോചന വന്നാൽ ഞാൻ ഇനി അതിന് സമ്മതം മൂളും, അല്ലാതെ അജയനെ പോലെ ഞാൻ വേണ്ടെന്ന് വെക്കത്തൊന്നുമില്ല എന്ന് പറഞ്ഞതും സന്ദീപ് ചോദിച്ചു, നീ എന്താ ഈ പറഞ്ഞു വരുന്നത് എന്ന് ചോദിച്ചതും ആതിര പറഞ്ഞു, പിന്നല്ലാതെ എത്ര നാളാ വിവാഹം കഴിച്ചിട്ട് ഇങ്ങനെ മാറി താമസിക്കുന്നത്? ഇത്രയും നാളായിട്ടും ഭർത്താവിനോട് ഒന്ന് സംസാരിക്കാൻ പോലും സ്വാതന്ത്ര്യമില്ല. ഭാര്യയും ഭർത്താവുമാണെന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ അതുപോലെ അധികാരത്തോടെ നടക്കാനോ സംസാരിക്കാനോ പോലും പറ്റാത്തൊരവസ്ഥയിലല്ലേ ഇങ്ങനെ എന്തിനാ വെറുതെ ജീവിക്കുന്നത് എന്ന് ആതിര സന്ദീപിനോട് അറിയിച്ചു. അപ്പൊ നമ്മുടെ വിവാഹമോ എന്ന് ചോദിച്ചിട്ടും, അതെ, ഡിവോഴ്സ് ചെയ്തത് വിവാഹം കഴിച്ചതുപോലെ തന്നെ മറ്റാരും അറിയാതെ അങ്ങ് ഡിവോഴ്സ് ചെയ്യണം, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു. സന്ദീപ് ചോദിച്ചു, ഡിവോഴ്സോ? നീ എന്തൊക്കെയാ മോളെ പറയുന്നത് എന്ന് ചോദിച്ചിട്ടും, പിന്നല്ലാതെ എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നത് എന്ന് ആതിര ചോദിച്ചത് കേട്ട് സന്ദീപ് ആകെ ടെൻഷനിലായി. ഇങ്ങനെയൊക്കെയാണല്ലേ നീ ആലോചിച്ചു കൂട്ടുന്നത് എന്ന് ചോദിച്ച് സന്ദീപ് വിഷമിക്കുമ്പോ ആതിര സന്ദീപിന്റെ അരികിലേക്ക് എത്തി പറഞ്ഞു, അതെ, ഞാൻ വെറുതെ പറഞ്ഞത് എന്റെ മാഷെ, ഞാൻ അങ്ങനെ വല്ലതും ചിന്തിക്കോ? ഒരിക്കലും സന്ദീപ് ഇല്ലാത്ത ജീവിതം ഈ ആതിരയ്ക്ക് ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. സത്യമാണോ അതോ എന്നെ വെറുതെ പറ്റിക്കാനായി പറയുന്നതാണോ ഇതൊക്കെ എന്ന് സന്ദീപ് അന്വേഷിച്ചു. ഒരിക്കലുമില്ല, ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ് എന്ന് സന്ദീപ് വാക്ക് നൽകുന്നു. സന്ദീപിനോട് ആതിര പറയുന്നു. എല്ലാം കേട്ടതിന് ശേഷം സന്ദീപ് പറഞ്ഞു, എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, നമുക്ക് കാണപ്പെട്ട ദൈവങ്ങളാണ് ഇവിടെ സച്ചിയേട്ടനും അർച്ചനയെടുത്തിയും എന്ന് പറഞ്ഞത്. ആതിര പറഞ്ഞു, പാവം, അവര് നമ്മുടെ പ്രശ്നങ്ങൾ കാരണം അവരെ സ്വയം ജീവിക്കാൻ പോലും അവർ മറന്നു പോവുകയാണ് എന്ന് പറഞ്ഞു. സന്ദീപ് പറഞ്ഞു, എന്തായാലും എന്റെ മനസ്സ് പറയുന്നുണ്ട് ഈ യാത്രയോടെ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടുമെന്ന്. ഉടനെ തന്നെ അച്ഛന്റെ മുന്നിൽ ഈ വിവരം അറിയിക്കണം, അതിന്റെ ഒരു ആശങ്കയിലാണ് ഞാനിപ്പോ എന്ന് പറഞ്ഞു. പിന്നെ അച്ഛനോട് ഇക്കാര്യം പറഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് ആതിര സന്ദീപിനോട് ചോദിക്കണം. സന്ദീപ് പറഞ്ഞു, വേറെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല, എങ്കിലും ഇപ്പോ ഞാൻ ഓരോന്നും ആലോചിക്കുമ്പോ അച്ഛനോട് മുന്നിൽ ഇക്കാര്യം അവതരിപ്പിക്കുന്നതിനെ കുറിച്ച് ഒരു ടെൻഷൻ ഉണ്ട് മനസ്സിന് എന്ന് സന്ദീപ് ആതിരയോട് അറിയിച്ചു. എത്രയും വേഗം തന്നെ നമ്മുടെ വിവാഹകാര്യം അച്ഛനെ അറിയിക്കണമെന്ന് സന്ദീപിനോട് പറയുകയും ഉടനെ തന്നെ അതിനൊരു തീരുമാനം ഉണ്ടാവുമെന്ന് അവർ ആശ്വസിച്ച് നിൽക്കുമ്പോഴാണ് സച്ചിയും അർച്ചനയും റൂമിൽ നിന്ന് ഇറങ്ങുന്നു വരുന്നതും കാത്ത് അവന്തിക വാതിക്കൽ നിൽക്കുന്നത്. റൂമിൽ നിന്ന് അവർ ഇറങ്ങി വന്നതും അവന്തിക വാതിക്കൽ നിൽക്കുന്നത് കണ്ട്, എടുത്തി ഇവിടെ ഉണ്ടായിരുന്നോ? എന്താ എടുത്തി, ഞങ്ങളെ കാത്തു നിന്നാണോ എന്ന് ചോദിച്ചതും അവന്തിക പറഞ്ഞു, അതെ, നിങ്ങളെ കാത്തു തന്നെ നിന്നതാ, ഞാനൊരു കാര്യം പറയാനായിട്ടായിരുന്നു. അല്ല, നിങ്ങൾ എന്നത്തേക്കാ ട്രിപ്പ് പോകുന്നത് എന്ന് ചോദിച്ചതും, തീരുമാനിച്ചിട്ടില്ല എടുത്തി, മറ്റന്നാൾ പോകാന്നാണ് ഇപ്പോ ഒന്ന് ആലോചിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞത്. ഉടനെ അവന്തിക പറഞ്ഞു, എന്നാ എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഞാനും അനഘയും കുറെ നാളെ ആഗ്രഹിക്കുന്നു എവിടേക്കെങ്കിലും ഒന്ന് പോകാമെന്ന്. അപ്പോഴാണ് നിങ്ങൾ കൃത്യമായും ഒരു ട്രിപ്പ് പോകാമെന്ന് പറഞ്ഞത്. ഞങ്ങളുടെ മനസ്സും ആകെ അസ്വസ്ഥമാണ് ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ. നിങ്ങളുടെ കൂടെയെങ്കിൽ ഞങ്ങളും വരാം, അപ്പൊ പിന്നെ പ്രശ്നമില്ലല്ലോ എന്ന് സന്ദീപിന് അർച്ചനയുടെയും സച്ചിയുടെയും ഒക്കെ കൂടെ ഞാനും വരാം, ഞാനും അനഘയും കൂടി വരാം എന്ന് അവന്തിക അറിയിച്ചു. അത് കേട്ടതോടെ അവന്തികയുടെ ആ തീരുമാനം കേട്ട് അർച്ചന ഞെട്ടി. ഉടനെ തന്നെ അർച്ചന കലിയോടെ ആ നിമിഷം സച്ചിയെ നോക്കുന്നു. സച്ചി എന്ത് മറുപടി പറയണമെന്നറിയാതെ ആകെ ആശങ്കപ്പെട്ടങ്ങനെ നിൽക്കുമ്പോ സച്ചിയുടെ ആ നോട്ടം കണ്ടതോടെ അർച്ചനയ്ക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ട് സച്ചിയും ആകെ ടെൻഷനിലാണ് എന്ന് അവന്തിക മനസ്സിലാക്കി. ഉടനെ അവന്തിക പറഞ്ഞു, നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ വേണ്ട, ഞാൻ ചോദിച്ചതേ ഉള്ളൂ എന്ന് പറഞ്ഞതും, ഒരു കുഴപ്പമില്ല എടുത്തി വന്നോ, ഞങ്ങൾ എന്തായാലും എന്നാ പോകുന്ന ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് അറിയിക്കാം എന്ന് പറഞ്ഞ് സച്ചി അവന്തികയോട് അതിനുള്ള മറുപടി നൽകി നേരെ പോരുമ്പോ അർച്ചന റൂമിലേക്ക് എത്തുന്നു. അർച്ചന റൂമിൽ വന്ന് ആകെ വിഷമിച്ചിരിക്കുമ്പോ ലൈറ്റ് പോലും ഇടാതെ അർച്ചന പരിഭവിച്ചിരിക്കുന്നത് കണ്ട് സച്ചി അരികിലേക്ക് എത്തി. അപ്പോഴേക്കും അർച്ചന ലൈറ്റ് ഇട്ടിട്ട് സച്ചി അരികിലേക്ക് വന്നത് കണ്ട്, താനെന്താ ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് ചോദിച്ചു. പിന്നെ അല്ലാതെ എന്താ ചെയ്യേണ്ടത്, എല്ലാവരും കൂടിയാണ് ഇപ്പൊ പോകുന്നത്, നമ്മൾ മാത്രം പോകുന്നു എന്ന് പറഞ്ഞ് ഇവിടെ ആലോചിച്ചിരുന്നിട്ട് ഇപ്പൊ കണ്ടില്ലേ ഹണിമൂൺ ട്രിപ്പ് ആണെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു പ്രൈവസി നമുക്ക് കിട്ടുമോ എന്ന് ചോദിച്ചു. സച്ചി ചോദിച്ചു, നമുക്ക് പ്രൈവസിക്ക് എന്താ പ്രശ്നം, നമ്മുടെ കാര്യമല്ല, ആതിരയും സന്ദീപും അവർക്ക് സൗകര്യം കൊടുക്കുവോ, മീരയെടുത്തിയെ തന്നെ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് അറിയാതിരിക്കുമ്പോഴാണ് വേറെ രണ്ടെണ്ണം കൂടി. എനിക്ക് ഒട്ടും വയ്യ, സച്ചിൻ ഒരു കാര്യം ചെയ്യ്, സച്ചിൻ അവരെയൊക്കെ കൂട്ടി അങ്ങ് പൊക്കോ, ഞാൻ വരുന്നില്ല ഒരിടത്തേക്കും ഞാനില്ല. ഒരു ഹണിമൂൺ ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുന്നു, ആദ്യം
പേരെന്താ ഹണിമൂൺ ട്രിപ്പ് എന്ന്, എന്നിട്ട് ഇപ്പൊ ഒരു ജാതിക്കുള്ള ആളുണ്ട്, എന്റെ ദൈവമേ ഇങ്ങനെ ഒരു പരീക്ഷണം ഉണ്ടോ എന്നെല്ലാം പറഞ്ഞ് അർച്ചന ആകെ സങ്കടപ്പെട്ടിരിക്കുമ്പോ ശശി അരികിലേക്ക് വന്നിട്ട് പറഞ്ഞു, അല്ല താൻ പറഞ്ഞത് ശരി തന്നെയാണോ, സത്യമാണോ എന്ന് ചോദിച്ചതും അതിൽ ചോദിച്ചു അർച്ചന ചോദിച്ചു, എന്ത്, അല്ല താൻ വരുന്നില്ല എന്നുള്ള കാര്യം. അതെ ഞാൻ വരുന്നില്ല. ആ അത് തീർച്ചയാണല്ലോ അല്ലേ എന്ന് സച്ചി വീണ്ടും ചോദിച്ചു. അത് എന്നിട്ട് അറിഞ്ഞിട്ടിപ്പോ എന്തിനാ എന്ന് ചോദിച്ചതും, അല്ല താൻ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഞാനും അവന്തികേടത്തിയും മനകയൊക്കെ കൂടി ഞങ്ങൾ അങ്ങ് പോയിക്കോളാം, താൻ ഇവിടെ തന്നെ നിന്നോ, അല്ലെങ്കിൽ വേണ്ട താൻ തന്റെ വീട്ടിൽ പോയി നിന്നോ. ഇത് കേട്ട ഉടനെ അച്ഛൻ അരികിലേക്ക് ഓടിത്തി, അമ്പടാ അങ്ങനെ എന്നെ ഒഴിവാക്കിയിട്ട് ട്രിപ്പ് പോകാന്നോ, അതിനിപ്പോ ഞാൻ സമ്മതിച്ചിട്ട് വേണ്ടേ എന്ന് ചോദിച്ചിട്ടും, അത് ശരി, പിന്നെ താനല്ലേ വരുന്നില്ലെന്ന് പറഞ്ഞത് എന്ന് സച്ചി അർച്ചനോട് ചോദിക്കുന്നു. അപ്പോഴേക്കും ആകെ പരിഭവിച്ച് അർച്ചന അങ്ങ് നിൽക്കുന്ന കണ്ടപ്പോഴേക്കും സച്ചി പറഞ്ഞു, അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞു കേട്ടെങ്കിൽ നിന്നോ, താൻ വരുന്നുണ്ടോ ഇല്ലയോ അതാദ്യം പറ എന്ന് പറഞ്ഞു. അർച്ചന ഒന്നും മിണ്ടാതെ നിൽക്കുന്നപ്പോ, നിന്നോടല്ലേ പറഞ്ഞത്, നിന്നോട് വരാനല്ലേ ഞാൻ പറഞ്ഞത്, മര്യാദയ്ക്ക് നീ എന്നോട് നേരെ ചാടാൻ വരണ്ട, ഞാൻ പറയുന്നത് കേട്ടാ മതി, നീ വരുന്നുണ്ടോ ഇല്ലയോ, ഇങ്ങോട്ട് പാടി എന്നൊക്കെ പറഞ്ഞ് സച്ചി വലിയ ഗൗരവത്തോടെ സംസാരിച്ചു. ഉടനെ ഒരു പോലീസുകാരൻ സംസാരിക്കുന്ന പോലെയുള്ള സച്ചിയുടെ സംസാരവും പെരുമാറ്റമൊക്കെ കണ്ടതോടെ അർച്ചന ആകെ പേടിച്ചരണ്ട് സച്ചിയുടെ അരികിലേക്ക് ചെല്ലുന്നു. എന്നിട്ട് സച്ചി ചോദിച്ച ചോദ്യത്തിന് മറുപടി പേടിച്ചരണ്ട് ഉണ്ട് ഞാൻ വരുന്നുണ്ട് എന്ന് മറുപടി നൽകി. അത് കേട്ടതോടെ അങ്ങനെയുള്ള ഒരു മറുപടി കേട്ടതോടെ ഉടനെ സച്ചി എന്താ കാരണം എന്നറിയാതെ അതിശയത്തോടെ നോക്കി. ഉടനെ തന്നെ അങ്ങനെയുള്ള സംസാരം കേട്ട ഉടനെ തന്നെ അർച്ചനയും സച്ചിയും ഉടനെ തന്നെ പോവും, അല്ലെങ്കിൽ അവർ രണ്ടുപേരും കൂടി ഈ ട്രിപ്പിന് പോകുന്നുള്ളൂ എന്ന് സച്ചി അർച്ചനയോട് സ്നേഹത്തോടെ പറഞ്ഞു. അതെ ഈ സച്ചിയേട്ടൻ വെറുതെ പേടിപ്പിക്കാൻ നോക്കിയതല്ലേ, ഇതൊക്കെ സച്ചിയേട്ടന്റെ വെറും തമാശകളല്ലേ, പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, നമ്മളെ ഇവിടുന്ന് ടൂറ് പോകും, അത് വേറൊന്നുമല്ല, നമ്മൾ ടൂറിന് പോകുന്നത് മറ്റൊരു ഒരു കാര്യം കൂടി അതിന് പിന്നിലുണ്ട്, നമ്മൾ രണ്ടുപേരും സന്തോഷത്തോടെ ഇവിടുന്ന് ടൂറിന് പുറപ്പെടും. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്, ടൂറിന് പോകുമ്പോ ഇത്രയും നാളും മറ്റാരും അറിയാറിയല്ലേ നമ്മൾ ആദ്യയുടെയും സന്ദീപിന്റെയും വിവാഹകാര്യം മറച്ചു വെച്ചത്, അതുപോലെ തന്നെ എന്റെ സുന്ദരി കുട്ടി ഈ നാട്ടിലുള്ള ഒരു ഈച്ച പോലും അറിയാതെ ആ വിവാഹം നടത്തിയില്ലേ, അതുപോലെ ഇവിടെ അനഘയുടെയും പ്രശ്നങ്ങൾക്കൊക്കെ അനഘയും അവന്തികേടത്തിയും വന്നാൽ ഉണ്ടാകാൻ പോകുന്ന പ്രശ്നത്തെ നമ്മൾ പരിഹരിക്കുമെന്നേ, താൻ ധൈര്യമായിട്ടിരിക്കെ എന്ന് സച്ചി അർച്ചനയെ സമാധാനിപ്പിക്കണം. അത് കേട്ടതോടെ അർച്ചന സമാധാനത്തോടെ സച്ചിയെ നോക്കി ചിരിച്ചു. ഈ സമയത്ത് ട്രിപ്പ് പോകുന്നതിന് വേണ്ടിയുള്ള ബാഗ് പാക്ക് ചെയ്യുകയാണ് മീരടത്തിയും ഒപ്പം അവണിമോളും. ഡ്രസ്സൊക്കെ ആദ്യം കൂടെ വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞ് മോൾ അവിടെ നിന്ന് പറഞ്ഞയച്ചു കഴിയുമ്പോൾ മോള് ചോദിച്ചു, അല്ലമ്മേ അച്ഛനും കൂടെ വരായിരുന്നു, നമ്മൾ മാത്രം പോകുന്നതിന് അച്ഛനും വരണ്ടേ എന്ന് ചോദിച്ചതും ഉടനെ മീര പറഞ്ഞു, ഓ നിന്റെ അച്ഛന് അതിന് ആരോടാ സ്നേഹമുള്ളത്, നിന്റെ അച്ഛന് നിന്നെ അച്ഛനോട് മാത്രമല്ലേ സ്നേഹമുള്ളൂ. അപ്പൊ ചോദിച്ചു, അല്ല അപ്പൊ അച്ഛൻ എന്നോട് സ്നേഹമില്ലേ, ഉണ്ടെന്ന് തോന്നുന്നു, അതല്ലേ നീ പ്ലീസ് എന്നൊക്കെ പറഞ്ഞപ്പോ പൊയ്ക്കോളാൻ സമ്മതം മോളിതെന്ന് മീര അറിയിച്ചു. ഉടനെ അനൂപ് അവിടേക്ക് എത്തിയതും അനൂപിനോട് അവണിമോള് ചോദിച്ചു, അല്ല അച്ഛനോട് മാത്രമേ സ്നേഹമുള്ളെന്നാണല്ലോ അമ്മ പറഞ്ഞത്, വേറെ ആരോടും അച്ഛന് സ്നേഹമില്ല എന്ന് പറഞ്ഞതും അനൂപ് പറഞ്ഞു, ശരിയായിരിക്കും മോളെ, ഞാൻ മനുഷ്യനല്ലല്ലോ മൃഗമല്ലേ, മൃഗങ്ങൾക്ക് അത്തരം വികാരങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞതും ഉടനെ അവന് മോളോട് വേഗം ആതിരാന്റെ ഡ്രസ്സ് വാങ്ങിച്ചുകൊണ്ട് വരാനായി പറഞ്ഞയച്ചതിന് ശേഷം മീര അനൂപിനോട് പറഞ്ഞു, അതേ മനുഷ്യ മൃഗമേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്, നിങ്ങൾ എന്താ ഈ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചതും അനൂപ് പറഞ്ഞു, വേറൊന്നുമല്ല, അർച്ചന സച്ചിയും വരുന്ന കുഴപ്പമൊന്നുമില്ല, പക്ഷെ ആതിരയും സന്ദീപും കൂടി അതാണ് എന്റെ ടെൻഷൻ എന്ന് പറഞ്ഞതും ഉടനെ മീര പറഞ്ഞു, എന്റെ മാഷെ ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നും, അതെ അവര് മാത്രമല്ല കൂടതാ ഇപ്പം അനഘയും അവന്തികയും വരുന്നുണ്ടെന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല, ഉടനെ തന്നെ എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാവുന്നേ, അനഘയും അവന്തികയും കൂടി വരുന്നത് കൊണ്ട് അനഘ ഏതു നേരവും സന്ദീപിന്റെ പിന്നാലെ നടന്നോളൂ, സന്ദീപെ എന്ന് വിളിച്ച് പിന്നാലെ പോകുന്നത് കൊണ്ട് ഒരിക്കലും സന്ദീപിന് ആതിരയുടെ പിന്നാലെ വരാനാവില്ല, അതാണ് നമുക്കുള്ള ഒരു പോംവഴി. എന്തായാലും ഈ ഒരു യാത്രയിൽ നമ്മുടെ ആതിരമോള് അങ്ങനെ മറ്റുള്ളവരുടെ മനസ്സറിയാതെ പെരുമാറുമെന്ന് തോന്നുന്നുണ്ടോ, അവൾക്കൊരു തെറ്റും പറ്റില്ല അനുപേട്ടൻ ധൈര്യമായിട്ടിരിക്കുക എന്ന് പറഞ്ഞു. അപ്പോഴാണ് സച്ചി രാവിലെ പത്രമൊക്കെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് സ്നേഹ എത്തുന്നു. സ്നേഹ മനസ്സിലൊരു ദുരുദ്ദേശം, തന്നെ കൂടി ടൂറിന് കൊണ്ടുപോകുക എന്നുള്ള ആഗ്രഹം പ്രകടിപ്പിക്കാനായി പമ്മി പതുങ്ങി അരികിലേക്ക് വന്ന്, സച്ചിയേട്ടൻ കോഫി കുടിച്ചോ എന്ന് ചോദിച്ചു. കുടിച്ചു എന്ന് സച്ചി മറുപടി പറഞ്ഞു. ഒരെണ്ണം കൂടെ ഞാൻ ഇട്ട് തരട്ടെ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും സ്നേഹ ചോദിച്ചു, എന്താ നിനക്ക് പറയാനുള്ളത്, നിന്റെ ആവശ്യം ആദ്യം പറ, അതിനുശേഷം ആകാം ബാക്കി എന്ന് സച്ചി പറയുമ്പോൾ ചമ്മലോടെ സ്നേഹ സച്ചിയോട് സംസാരിക്കുന്നു.